Hello gamers, welcome to my channel Dragon Warrior. Hello guys, അപ്പോൾ ഇന്ന് നമുക്ക് റോൾ പ്ലേ ഗെയിം എന്താണെന്ന് പരിചയപ്പെട്ടാലോ. എന്തൊക്കെ അതിലുണ്ടെന്നും എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. പലരും നിസ്സാര ഗെയിമായിട്ടാണ് ഇപ്പോഴും സാമിനെ കാണുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് ഗെയിമുകളിൽ നിന്നും സാം എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന്. ആദ്യം തന്നെ ഗെയിമിനെ പരിചയപ്പെടുത്താം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫിൽ ജീവിക്കുന്ന പോലെ ഇൻ ഗെയിമിൽ ജീവിച്ച് കാണിക്കുക. ബട്ട് റിയൽ ലൈഫിലുള്ള പോലത്തെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ഗെയിമിനകത്തുണ്ട്. അത് നമ്മൾ പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ അഡ്മിൻസ് നമ്മളെ പിടിച്ചിടിക്കും. അതുപോലെ ഇൻ ഗെയിമിൽ നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിറ്റിയിൽ വേറെയും കുറേ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ടാവും. പേടിക്കേണ്ട, മലയാളീസാണ്. ഇങ്ങനെ വന്നാൽ ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള 24/7 ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഫോൺ വാങ്ങണം. ദെൻ ഫോൺ ലോഡ് കൂടി ചെയ്യണം. അതായത് റീചാർജ് ചെയ്യാതെ നമുക്ക് കോളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് നമുക്ക് DMV പോയിട്ട് എടുക്കേണ്ടി വരും. അത് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അപ്പോൾ അവർ പറയുന്ന പോലെ ചെക്ക് പോയിന്റ് ഒക്കെ നൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസും കിട്ടും. ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് പിടിക്കും. ഇന്ത്യയിനകത്ത് പോലീസായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവും. അടുത്തതായി നമുക്ക് നല്ലൊരു ജോലി വേണം. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഞങ്ങൾക്ക് ജോലി, ഞങ്ങൾ കളിക്കാൻ വന്നതാണ്. എന്നാൽ നിങ്ങൾ ചുമ്മാ കളിക്കുമ്പോൾ മനസ്സിലാവും ക്യാഷ് ഉള്ളവനെ വിലയുള്ളൂ എന്ന്. നല്ല കാറ്, ബൈക്ക്, വീട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ കൊതിക്കും. സോ ജോബ് നോക്കുവാണെങ്കിൽ കുറേ ജോബുണ്ട്. ബോഡി ഗാർഡ്, ആംസ് ഡീലർ, ഡിറ്റക്റ്റീവ്, പ്രൊഡക്റ്റ് ഡീലർ, ടാക്സി ഡ്രൈവർ, ഡ്രഗ് സ്മഗ്ലർ, ഡ്രഗ് ഡീലർ, മെക്കാനിക്, ലോയർ, ബോക്സർ, വെസ്റ്റ് കളക്ടർ, PD, ആർമി, ടെററിസ്റ്റ്, പൈലറ്റ്സ്, ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റ്, EMS, ഇലക്ട്രീഷ്യൻ, ഫിഷർമാൻ, മൈനർ, ഹാർവസ്റ്റ്, അങ്ങനെ കുറേ ജോബുണ്ട്. PD, EMS, ന്യൂസ്, മെക്കാനിക്, ആർമി, ടെററിസ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ജോബൊക്കെ ഫാക്ഷൻ ജോബാണ്. ഈ ജോബൊക്കെ ചെയ്യുന്നവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും RP റൂളൊക്കെ ഫോളോ ചെയ്യുന്നവരും ലെവലൊക്കെ ഉള്ളവരുമാണ്. സോ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഇല്ലീഗൽ ജോബൊക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സിറ്റിയിൽ ഒരാളെങ്കിലും ഫ്രണ്ട് ആക്കി നിർത്തുന്നത് നല്ലതാണ്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രോ ആയിട്ട് കളിക്കണമെങ്കിൽ കുറച്ച് വേണ്ടപ്പെട്ട കമാൻഡ്സ് ഒക്കെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള പ്ലേയേഴ്സിനെ റോബ് ചെയ്ത് ക്യാഷ് തട്ടിയെടുക്കാനും ഹൗസ് റോബ്, ബാങ്ക് റോബ് എന്നിങ്ങനെ കുറേ പരിപാടി ഇതിനകത്തുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കളിയിൽ തടസ്സമോ വന്നാൽ ഗെറ്റ് ഹെൽപ്പ് അടിച്ചാൽ ഇൻ ഗെയിമിൽ അഡ്മിൻസ് വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പല ആവശ്യങ്ങൾക്കും പ്ലേയേഴ്സ് ഇൻ ഗെയിമിൽ കയറാറുണ്ട്. ക്യാഷ് ഉണ്ടാക്കാൻ, പെണ്ണിനെ സെറ്റാക്കാൻ, ഫ്രണ്ടിനെ കാണാൻ, റാങ്ക് കൂട്ടാൻ, വൈബ് അടിക്കാൻ, വള്ളിയാവാൻ, അങ്ങനെ കുറേ. പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കിയാൽ ഡീലർഷിപ്പിൽ നിന്നോ ആളുകളിൽ നിന്നോ നിങ്ങൾക്ക് ബൈക്കോ കാറോ വാങ്ങാം. അതിന് ഡാമേജ് ആവാണ്ട് നോക്കണം, പെട്രോൾ അടിക്കണം, പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, മെക്കിൽ പോകണം, കളറ് മാറ്റണം, ഡാമേജ് ആയ റിപ്പയർ ആക്കണം, അങ്ങനെ കുറേ തൊല്ലയുണ്ട്. കാറാണേലും ഇതുപോലെ തന്നെ. പിന്നെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചുറി ആയി വീഴും. അപ്പോൾ ആകാശം നോക്കിക്കൊണ്ടിരിക്കരുത്, EMSനെ വിളിക്കണം. അവർ ആംബുലൻസിൽ വന്ന് നിങ്ങളെ ഹീൽ ചെയ്യും. പിന്നെ അവിടെ കുറേ കടകളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ പോയിട്ട് വാങ്ങിക്കുക. ഈ റോബ് കിറ്റൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചില ജോബിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ സ്റ്റോറിൽ പോയാൽ ചിലപ്പോൾ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗണ്ണ് യൂസ് ചെയ്യാനുള്ള അനുവാദമൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗൺ ലൈസൻസ് എടുക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയ പോലെ ആൾക്കാരൊക്കെ കാണുമ്പോൾ വെടിവെച്ചിടാനൊന്നും പറ്റത്തില്ല. അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് നേരെ നോക്കിയാലേ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഗ്യാങ് ഉണ്ട്, പറയാൻ മറന്നു. ഗ്യാങ് ഇല്ലാത്തവർ സിറ്റിസൺസ് ആണ്. ഫാക്ഷൻ ജോബ് ചെയ്യുന്നവർ വേറൊരു ടീമാണ്. പിന്നെ സിറ്റിയിൽ ഒരു 10 പേരൊക്കെ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ച ഘട്ടത്തിൽ നിങ്ങൾ ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു തീരില്ല, അത്രയുണ്ട് പറയുവാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി. ഇപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. എൻ്റെ ഈ ഗെയിമിലുള്ള ലൈഫ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാവും. ഞാൻ സിറ്റിയിൽ ആദ്യമായിട്ട് കളിക്കാൻ കയറിയപ്പോൾ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് പാർത്ഥിപനും പിന്നൊന്ന് ക്യാസിനോയും. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ നിന്നും കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്യാങ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഈച്ച കയറാൻ പോലും ഞങ്ങൾ ഇതുവരെ ആരെയും സമ്മതിപ്പിച്ചിട്ടില്ല. വളരെ സ്നേഹത്തോടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്കിടയിൽ ആ ദിവസം കടന്നെത്തി. ഞങ്ങളെ മുട്ടുകുത്തിച്ച് ഗ്യാങ്ങിലുണ്ടായിരുന്ന കാൻഡി എന്ന പെൺകുട്ടിയെ വളയ്ക്കുക എന്ന ലക്ഷ്യവുമായി അവൻ വന്നു. രണ്ടാമത്തെ ഞങ്ങളുടെ കണ്ടുമുട്ടലിൽ അവനെ വീഴ്ത്താൻ എനിക്ക് സാധിച്ചു. ഇവിടുന്ന് ഞങ്ങൾ ഒരു യുദ്ധത്തിന് ഒരുങ്ങി. കൂടുതൽ കാര്യങ്ങൾ വഷളായി. യുദ്ധങ്ങൾ അവസാനിച്ചു. ഗ്യാങ് ഒരുവിധം ഒതുങ്ങിയപ്പോൾ സിറ്റിയിൽ പോലീസുകാരെ ആക്രമിച്ചുകൊണ്ട് ക്രിമിനൽസ് കടന്നു വന്നു. മോഷ്ടിക്കാൻ വന്ന ഞാൻ പോലീസുകാരെ സഹായിച്ചു. ഇതിനെ തുടർന്ന് സിറ്റിയിൽ മാസ്ക് ഇട്ട ഞാൻ താരമായി. വാർത്തകൾ വന്നു, മാസ്ക് മാനെ തപ്പി സിറ്റിയിലെ ജനങ്ങൾ. പോലീസുകാരെ സഹായിക്കുന്ന പേരിൽ മാസ്ക്
മാസ്ക് മാന് വധഭീഷണി ഉയർന്നു. എന്നാലും മാസ്ക് ഇട്ട എന്നെ ഇതുവരെ സിറ്റിയിൽ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒടുവിൽ ഗ്യാങ്ങിലുണ്ടായിരുന്ന എല്ലാവരും 4 വഴിക്കായി. എനിക്ക് NGRP എന്ന സിറ്റിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇവിടെ നിന്നുമാണ് ആദ്യമായിട്ട് ഞാൻ അവളെ കാണുന്നത്. ഇവിടെ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു. ഒറ്റയ്ക്കുള്ള, ആർക്കും എന്നെ അറിയാത്ത ഒരു ജീവിതം. ഞാൻ എൻ്റെ ക്യാരക്ടർ അടിമുടി മാറ്റി. ഞാൻ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പുതുതായി കിട്ടിയ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജും ഇൻ ഗെയിമിൽ കഴിഞ്ഞു. പോകെ പോകെ എന്നെ 2 പേർ ചേർന്ന് റോബും ചെയ്തു. ഗണ്ണ് പിടിക്കാൻ മുന്നേ പരിശീലനം കിട്ടിയ എനിക്ക് എളുപ്പത്തിൽ പ്രതികാരം ചെയ്യാൻ സാധിച്ചു. ഇൻ ഗെയിമിൽ വാശിയോടെ നടന്ന മാരത്തോൺ കോമ്പറ്റീഷനിൽ എനിക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു. സിറ്റിയിൽ 10 ആൾ അറിയെ ഞാൻ വളർന്നു. പിന്നീട് എനിക്ക് എൻ്റെതായ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. വിശ്വസ്തനായ ഒരു മാസ്റ്ററും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നാട് വിട്ടുവന്ന ഞാൻ സിറ്റിയിൽ ഈ കുട്ടിക്ക് വേണ്ടി വീണ്ടും തുടർന്നു. എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും മിസ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട്, ഒരു വൺമാൻ ആർമിയായിട്ട്. History tells us that powerful people come from powerful places. History was wrong. Powerful people make places powerful.